ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നപ്പം നടന്ന പോലെ തന്നെ ചാണ്ടിയപ്പൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കഴിയുന്നിടത്തോളം ആൾക്കാരെ കാണുന്നു, അല്ലാത്തവരെ ഫോണിൽ വിളിച്ചും ഉണ്ട്. ഉമ്മൻചാണ്ടി സാറും അങ്ങനെയായിരുന്നു. ഫോണിൽ കാണാനൊക്കാത്തവരെ ഫോൺ നമ്പർ മേടിച്ച് വിളിക്കും. സാറിൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരാൾ മതി എന്നുള്ളതാണ്. സാറുണ്ടായിരുന്നപ്പം പിള്ളേരെ ഒന്നും രംഗത്തിറക്കിയില്ലല്ലോ. ഇവരാരും അങ്ങനെ ഒന്നും മതി. പിന്നെ ചാണ്ടിയമ്മ പുതുപ്പള്ളിലും അവിടെ ഇവിടെയും പുള്ളിക്ക് താല്പര്യമുള്ളിടത്ത് പോയി ഇലക്ഷൻ വരുമ്പം ഒന്ന് പ്രവർത്തിക്കുമായിരുന്നു. മകള് നിൽക്കുന്നതിൻ്റെ അകത്ത് വരുമ്പം ആങ്ങളെയും പെങ്ങളും രണ്ടുപേരും നിൽക്കണ്ടെന്നുള്ളതാണ് ചാണ്ടിയമ്മൻ്റെ ഒരിത്. ചാണ്ടിയമ്മൻ്റെ വിജയസാധ്യത ഇത് ചോദിക്കുന്നത് തന്നെ തെറ്റല്ല. ചാണ്ടിയമ്മൻ വിജയിച്ചിരിക്കുക. ചാണ്ടിയമ്മൻ എതിരില്ലല്ലോ. ഈ നിയോജകമണ്ഡലത്തിൽ ചാണ്ടിയമ്മൻ എതിരില്ലാത്ത നിലയിലുള്ള ഏകപക്ഷീയമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാകാൻ പോകുന്നത്. അതെല്ലാം പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. പാർട്ടിയും മുന്നണിയും എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അതെന്താണെങ്കിലും അത് അംഗീകരിക്കും, അത് ഏറ്റെടുക്കും, ആ തീരുമാനത്തോടൊപ്പം നിൽക്കും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരളം. അപ്പം നമ്മൾ കോട്ടയത്തോട്ട് വന്നാൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ പുതുപ്പള്ളിയുടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് തന്നെ ഉമ്മൻചാണ്ടി സാറാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായിട്ടുള്ള ചാണ്ടിയമ്മൻ സാർ തന്നെയാണ് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത പുതുപ്പള്ളി മണ്ഡലത്തിൽ എത്രത്തോളമാണെന്ന് നമുക്ക് പുതുപ്പള്ളിക്കാരോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ചേട്ടാ, അപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പം നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പായത്. അപ്പം ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതിനിധി ആയിട്ട് നമ്മുടെ ചാണ്ടിയമ്മനെയാണ് കൂടുതലും പുതുപ്പള്ളിക്കാർ കാണുന്നത്. അപ്പോൾ ചാണ്ടിയമ്മൻ്റെ വിജയത്തിലെ എത്രമാത്രം വിജയസാധ്യത എത്രമാത്രം ഉണ്ട്? വിജയസാധ്യത ചാണ്ടിയമ്മൻ്റെ വിജയസാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നപ്പം നടന്ന പോലെ തന്നെ ചാണ്ടിയമ്മൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കഴിയുന്നിടത്തോളം ആൾക്കാരെ കാണുന്നു, അല്ലാത്തവരെ ഫോണിൽ വിളിച്ചും ഉണ്ട്. ഉമ്മൻചാണ്ടി സാറും അങ്ങനെയായിരുന്നു. ഫോണിൽ കാണാനൊക്കാത്തവരെ ഫോൺ നമ്പർ മേടിച്ച് വിളിച്ചു ഇങ്ങനെ നിൽക്കും, ഇന്ന ദിവസം ഇലക്ഷനാണ്, ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയും എനിക്കറിയാം സാറേ എന്ന് പറയും. അങ്ങനെ ആ പാത തന്നെ പിന്തുടരുവാണ്. അപ്പം ചാണ്ടിയമ്മൻ്റെ ഒരു പ്രവർത്തന രീതിയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം നമുക്കറിയാം സൈക്ലിങ്ങിലൂടെ വോട്ട് ചോദിച്ചു പോകുന്നുണ്ട്. അതുപോലെ ഫ്ലെക്സുകളും ബാനറുകളും ഒക്കെ മാറ്റിയിട്ട് അത് പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാനായിട്ട് അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഒരുപാട് ഉമ്മൻചാണ്ടി ചെയ്ത പോലെ ഒരു 10-25 ലക്ഷം 30 ലക്ഷം രൂപയോളം ഈ ഫ്ലെക്സിനും ബോർഡിനും ആവും. അത് ചാണ്ടിയമ്മ കണക്ക് കൂട്ടുന്നത് അത് വെറുതെ കളയണ്ട. ചാണ്ടിയമ്മനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ നോട്ടീസ് അടിച്ച പടം വെച്ചുള്ള നോട്ടീസ് അടിച്ച് വീടുകളിൽ കൊടുക്കുന്നുണ്ട്. അന്നേരം പുള്ളിയുടെ പടം കാണുമ്പോൾ അറിയാം. പടം കാണണ്ട, പുള്ളിയെ എല്ലായിടത്തും ഇപ്പം പരിചയമായിപ്പോയി. സാറിൻ്റെ ആ മരണം കഴിഞ്ഞപ്പം തൊട്ട് രംഗത്തുള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ നോക്കുമ്പം UDF അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? കേരളം മുഴുവൻ നോക്കുമ്പം UDFന് സാധ്യതയുണ്ട്. നിലവിൽ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് കാണുന്നത്? പിണറായി സർക്കാരിൻ്റെ ഭരണത്തെന്ന് പറഞ്ഞാൽ അവരുടെ ദൂർത്താണ് അധികവും അബദ്ധം പറ്റിയത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുഴുവൻ കാശ് കളയുകയും ഇത് കടം വരുത്തുന്ന അവരാണ്. അതാണ് കുഴപ്പം പറ്റിയത്. അല്ലെങ്കിൽ കുഴപ്പമില്ല. ആദ്യത്തെ ഭരണത്തിൽ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ ദൂർത്തടിച്ചു. അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ തന്നെ മകളായിട്ടുള്ള മറിയം ഉമ്മൻ മത്സരിക്കുന്നുള്ളൊരു പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ അത് ചാണ്ടിയമ്മൻ പറഞ്ഞത്, അതായത് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞേക്കുന്നത് ഒരു കുടുംബത്തിൽ 2 പേര് മതിയെന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് സാറിൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരാൾ മതി എന്നുള്ളതാണ്. സാറുണ്ടായിരുന്നപ്പം പിള്ളേരെ ഒന്നും രംഗത്തിറക്കിയില്ലല്ലോ. ഇവരാരും അങ്ങനെ ഒന്നും മതി. പിന്നെ ചാണ്ടിയമ്മ പുതുപ്പള്ളിലും അവിടെ ഇവിടെയും പുള്ളിക്ക് താല്പര്യമുള്ളിടത്ത് പോയി ഇലക്ഷൻ വരുമ്പം ഒന്ന് പ്രവർത്തിക്കുമായിരുന്നു. മകള് നിൽക്കുന്നതിൻ്റെ അകത്ത് വരുമ്പം ആങ്ങളെയും പെങ്ങളും രണ്ടുപേരും നിൽക്കണ്ടെന്നുള്ളതാണ് ചാണ്ടിയമ്മൻ്റെ ഒരിത്. ഒരു വീട്ടിൽ നിന്ന് തന്നെ 2 പേര് വേണ്ടെന്നുള്ളതാണ്. ഈ മറിയമ്മൻ നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ കാസർഗോഡൊക്കെ അടക്കം പോയി പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷേ പുതുപ്പള്ളിയിൽ ഇതുവരെ ഒരു പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. പുള്ളിക്കാരത്തിൽ പുതുപ്പള്ളി വരേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ അതൊരു ആവശ്യമില്ല. എല്ലാവരും ചാണ്ടിയമ്മനെ എല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടി സാറിനെ എല്ലാവർക്കും അറിയാം. എന്നൊരു ആ മകൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇവിടെ വന്ന് പുള്ളിക്കാരത്തിൽ ഇവിടെ വന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് വരാത്തത്. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ മുഴുവൻ വളരെ ആവേശത്തിലാണ്. ചാണ്ടിയമ്മന് എത്രമാത്രം വിജയസാധ്യത ഉണ്ട്? ചാണ്ടിയമ്മൻ്റെ വിജയസാധ്യത ഇത് ചോദിക്കുന്നത് തന്നെ തെറ്റല്ല. ചാണ്ടിയമ്മൻ വിജയിച്ചിരിക്കുക. ചാണ്ടിയമ്മൻ എതിരില്ലല്ലോ. ഈ നിയോജകമണ്ഡലത്തിൽ ചാണ്ടിയമ്മൻ എതിരില്ലാത്ത നിലയിലുള്ള ഏകപക്ഷീയമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാകാൻ പോകുന്നത്. ചാണ്ടിയമ്മൻ്റെ ജനസമ്മതി അത് 10 മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുക. ഞങ്ങളെ UDF ഒന്നുമല്ല, ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്.
പിന്നെ പുതുപ്പള്ളി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് ഒരു MLA എന്നുള്ള നിലയിൽ? MLA എന്നുള്ള നിലയിൽ കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ MLA അല്ലേ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ. അദ്ദേഹം ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കേരളത്തിലെ ഏത് MLAക്കാണ് സാധിച്ചിരിക്കുന്നത്? സ്വന്തമായി ഒരു ഗവൺമെൻറ്റിൻ്റെ ആരുടെയും ഒരു സഹായമില്ലാതെ 53 വീടുകളാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. പൂർത്തിയാക്കുക മാത്രമല്ല അത് ആളുകൾക്ക് കൊടുത്ത് അതിൻ്റെ പാലുകാച്ച കർമ്മം കൂടെ നടത്തി. ഏത് MLA കൊണ്ട് ചെയ്യാൻ പറ്റി കേരളത്തിലെ? ഒരു പുതുമുഖം എന്നുള്ള അതിനൊക്കെ അപ്പുറത്ത് ഒരു പഴക്കം വന്ന ഒരു MLA ചെയ്യുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടില്ലേ? ജനങ്ങളെ ദുഃഖങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് സകല പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടുന്നില്ലേ? മാത്രമല്ല ഗവൺമെൻറ്റിനെതിരായ സമരങ്ങൾ, എത്ര സമരങ്ങളാണ് അദ്ദേഹം നയിച്ചത്. തീർച്ചയായും പുതുപ്പള്ളിയിൽ വലിയ ആവേശമാണ് ചാണ്ടി ഉമ്മൻ എന്ന പേരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറിയ ഉമ്മൻ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമെന്നൊരു പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഉമ്മൻചാണ്ടി സാർ അതിനെ പറഞ്ഞിട്ടുള്ള ഒരു കുടുംബത്തിൽ 2 പേര് വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയായിരുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെല്ലാം പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കണം. പാർട്ടിയും മുന്നണിയും എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അതെന്താണെങ്കിലും അത് അംഗീകരിക്കും, അത് ഏറ്റെടുക്കും, ആ തീരുമാനത്തോടൊപ്പം നിൽക്കും. ഈ നാടിനെ നയിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ ഭരണത്തിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ്? അതാണ് നമ്മൾ മുന്നിലേക്ക് ജനങ്ങളോട് ആവശ്യം. ആസൂത്രണം ചെയ്യാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, പൊതുജനാരോഗ്യ മേഖലയെ ഇത്രമാത്രം ബുദ്ധിമുട്ടേറിയ സാഹചര്യം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള സംഭവവികാസങ്ങൾ എത്രമാത്രമാണ് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നു. നമ്മൾ ഓർക്കണം, ഒരു വീടിലെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമാണ്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സർക്കാർ വിദ്യാഭ്യാസ മേഖല മുഴുവൻ അമ്മയുടെ മേഖലയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും തള്ളിക്കളഞ്ഞുകൊണ്ട് നീങ്ങുന്ന ഒരു സർക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി അമ്മയെ പരാജയപ്പെട്ട സാഹചര്യങ്ങൾ എന്താണ്? ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വിജയിക്കുവാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് 75% സീറ്റും സംസ്ഥാനത്ത് നേടിക്കൊടുക്കുവാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ സർക്കാരിന്റെ തെറ്റായ സമീപനവും നയങ്ങളുമാണ്. നികുതികൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ച സർക്കാർ മുഴുവൻ മേഖലകളിലും നികുതികൾ അങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചു. മദ്യമേഖല എന്ന് പറയുന്നത് സർക്കാരിന്റെ വരുമാന മാർഗമായി മാറി. ലോട്ടറി കച്ചവടമാണ് സർക്കാരിന്റെ വരുമാന മാർഗം. പെട്രോളും ഡീസലും എല്ലാം അമിത വിലയെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഇടതുപക്ഷം അവർ അധികാരത്തിൽ കയറിയതിനു ശേഷം യാതൊരുവിധ നടപടിയുമില്ല. നമ്മൾ പറയുന്നത് ഈ സംസ്ഥാനത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനുള്ള യാതൊരുവിധ പദ്ധതികളും ചെയ്തില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ തൊഴിലവസരങ്ങൾ മുഴുവൻ അവര് അടർത്തെടുത്ത് കൊണ്ടുപോയിരിക്കാണ്. തൊഴിൽ മേഖലകളെ അട്ടിമറിച്ച സാഹചര്യങ്ങൾ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ തൊഴിലവസരങ്ങൾ മുഴുവൻ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ അവർ പിൻവാതിൽ നിയമനം നടത്തി. നമ്മുടെയൊക്കെ മക്കള് ആ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റുകളിൽ വന്നപ്പോൾ അത് ഇന്ന് ജോലി കിട്ടും, നാളെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നോക്കിയിരുന്നപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് 5ഓളം റാങ്ക് ലിസ്റ്റുകളാണ് ക്യാൻസലാക്കിയത്. വിദ്യാഭ്യാസത്തിന്റെ മേഖലകളെല്ലാം അത്രമാത്രം സാഹചര്യങ്ങളാണ്. ഇതുപോലെ പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിന് ചുട്ട മറുപടി കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടി ഉമ്മൻ അവர்கள், ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ കോൺഗ്രസ് നേതാക്കന്മാര്, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തക സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികൾ, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിച്ചു. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുവാനുള്ളത്, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷമായി ഈ നാട്ടിലെ ജനങ്ങളെ ആകെ നാശത്തിലേക്ക് നയിച്ച് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വിധി എഴുതുവാൻ
ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായുള്ള വികാരം എന്താണെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് നമ്മുടെ ബഹുമാനായ സ്ഥാനാർത്ഥി പോസ്റ്ററുകൾ വേണ്ട, ബാനറുകൾ വേണ്ട. കാരണം ഈ ഗവൺമെന്റിനെതിരെ അത്ര ശക്തമായ ജനവികാരം ഉണ്ടായി എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം അത്ര കെടുകാര്യസ്ഥിതിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ വർഷവും പഞ്ചായത്തിന് മാർച്ച് മാസത്തില് ലാസ്റ്റുകൾ കൊടുക്കാറുണ്ട്. നമ്മുടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കഴിഞ്ഞ 6 മാസമായി ഒരു നയ പൈസ പോലും പഞ്ചായത്തുകൾക്ക് വിതരണം നടത്തിയിട്ടില്ല. അതോടൊപ്പം കഴിഞ്ഞ 2 വർഷത്തിലധികമായി വീണ്ടും പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതി, അതിനുവേണ്ട പദ്ധതികളെല്ലാം പൂർത്തിയാക്കി ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം പദ്ധതികളെല്ലാം പൂർത്തിയാക്കി സമർപ്പിച്ച് അംഗീകാരം തന്ന് നാട്ടിലെ ജനങ്ങളുടെ കൈവയിൽ നിന്ന് അവരുടെ ഗുണഭോക്തൃ വിഹിതവും വാങ്ങി ടാങ്കിനുള്ള സ്ഥലവും കുളം കുടിക്കാനുള്ള സ്ഥലവും കുളം കുടിക്കലും അതുപോലെ ടാങ്ക് നിർമ്മാണമൊക്കെ പാതി വഴിയാക്കി 1 രൂപ പോലും ആകെ 2.5 കോടി രൂപയോളം വർക്ക് നടത്തിയപ്പോ വെറും 14 ലക്ഷം രൂപ മാത്രമാണ് ഈ ഗവൺമെന്റ് സർക്കാർ ഈ കോൺട്രാക്ടർമാർക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് വീടുപരാതരം കയറിയിറങ്ങി ഇവിടുത്തെ സഹായകന്മാർ പറയുകയാണ് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാകുന്നു. സുഹൃത്തുക്കളെ, 10 പൈസ പഞ്ചായത്തിന് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ പഞ്ചായത്തുകളുടെ കത്തിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ കത്തിച്ചതിന്റെ പണം കൊടുക്കാൻ പഞ്ചായത്തുകൾക്ക് ഫണ്ടില്ല. ഗവൺമെന്റ് 3-ാം ഗഡു അനുവദിച്ചെങ്കിൽ മാത്രമേ ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുവാനുള്ള ഫണ്ട് അനുവദിക്കാൻ കഴിയുമായിരുന്നു. നാളെ ഇതുവരെയായി നമുക്ക് അതിനൊന്നും 10 പൈസ അനുവദിച്ചിട്ടില്ല. ഞാൻ ദീർഘമായി സംസാരിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ തന്നെ പറയുവാനുണ്ട്. നമ്മുടെ ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോഷി ഫിലിപ്പ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ VM ശ്രീയ, നമുക്കൊക്കെ ഏറെ അഭിമാനം പകരുന്ന നമ്മുടെ പ്രിയങ്കരനും ബഹുമാന്യനുമായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടി MLA, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KD ഗിരീശൻ, നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിയോജകമണ്ഡലം കൺവീനർ ശ്രീ കുഞ്ഞി പുതുശ്ശേരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ സാബു മുഖഭോമൽ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഉഷാകുമാരി, പ്രിയപ്പെട്ട ശ്രീ അനിയൻ മാത്യു, ശ്രീ സിജു കൈസക്, നമ്മുടെ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ JG പാലക്കലോടി, പ്രസിഡന്റായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിലീപ്, ശ്രീ മോൻസൺ കിഴക്കേടം അടക്കം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, സുഹൃത്തുക്കളെ,